ഫിൻലാൻഡിലെ ഇത്തവണത്തെ മഞ്ഞില്ലാത്ത വിന്ററിന് ചെറുതായിട്ടൊന്ന് രക്ഷപ്പെടാം. വേറെ എവിടേക്കല്ല കേട്ടോ, നാട്ടിലേക്കാണ് പോകുന്നത്. 2 മാസത്തെ ചെറിയൊരു വെക്കേഷൻ. വൈകിട്ട് 4:30 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടോ. നമ്മളിപ്പോ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നാട്ടിലെന്താ പോണെന്ന് വെച്ചിട്ട് ചെറിയൊരു വിശേഷം ഉണ്ട്, അത് നാട്ടിൽ പോയിട്ട് പറയാട്ടോ. കുറച്ചധികം സമയം തന്നെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെത്തുന്നവരെ യാതൊരു സമാധാനം ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റിൽ ഫുഡൊക്കെ വന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഫ്ലൈറ്റിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനും റൈസും പൊട്ടാറ്റോ സാലഡും ഡെസേർട്ടൊക്കെ ആയിട്ടുള്ള അടിപൊളി ഫുഡ്. പിന്നെ എൻ്റർടൈൻമെൻറ്റിനായിട്ട് കുറേ മൂവീസും മ്യൂസിക്കും ഗെയിംസൊക്കെ. എനിക്കിതിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് അങ്ങ് ഉറങ്ങി. എത്തുന്നതായിരുന്നു കേട്ടോ നമുക്ക് ട്രാൻസിറ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഏകദേശം 1.5 മണിക്കൂറേ ട്രാൻസിറ്റ് ടൈം ഉണ്ടായിരുന്നുള്ളൂ. സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഓടി എത്തിയപ്പോഴേക്കും ഫ്ലൈറ്റ് കയറാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറി ഒന്ന് ഉറങ്ങി എത്തിയപ്പോഴേക്കും സൺറൈസിൻ്റെ സമയമായിട്ടോ. കിച്ചു അപ്പോഴും നല്ല ഉറക്കമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കാലത്ത് 8:30 നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. നമ്മളവിടുന്ന് പിക്ക് ചെയ്യാനായിട്ട് അമ്മയും അനിയനായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എയർപോർട്ടിൽ നിന്ന് പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലേക്ക് എത്തിയപ്പോഴേക്കും കണ്ണിനെയും മനസ്സിനൊക്കെ കുളിർക്കുന്ന കാഴ്ചയായിരുന്നു. ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ സീസൺ കൂടിയാണല്ലോ. ഫ്ലൈറ്റ് ഇറങ്ങി ഏകദേശം 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് തിരിച്ചെത്തിയത്. നാട്ടിലെത്തിയപ്പോൾ ചൂട് കുറച്ച് കൂടുതലായിരുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി കുറച്ച് നാള് നമുക്ക് നാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ.